വയനാട്ടിലെ CPM ജില്ലാ സെക്രട്ടറിയോട് മമ്മൂട്ടി ചെയ്ത് കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് ഏതാണെന്നറിയോ? ഏത് സീനാണെന്നറിയോ? നമ്മുടെ മറ്റേ കഥ പറയുമ്പോഴെന്ന് പറയുന്ന സിനിമയിൽ അതിനകത്തൊരു അഗസ്റ്റിൻ ജോസഫിനോട് മമ്മൂട്ടി അതിനകത്ത് ഇതേ സെയിം ഒരു സാധനം പ്രയോഗിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ? അതേ സെയിം സീനാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മമ്മൂട്ടിയുടെ ഒരു സ്വഭാവ രീതി അതാണ്. പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ ഇത് സംഭവം വേറെ ഒന്നുമല്ല. ആ വീഡിയോ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഈ CPM ജില്ലാ സെക്രട്ടറിയും പലരെയും മാറ്റി നിർത്തുന്നുണ്ട്. നിങ്ങൾ മാറിക്കൊടുക്കുക, അവിടുന്ന് മാറിയിക്കുക, ഇവിടുന്ന് മാറിയിക്കുക എന്ന് പറഞ്ഞ് അയാളും വേറെ ആളെ തള്ളി മാറ്റുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം പുള്ളിയും പലരെയും തള്ളി മാറ്റുന്നുണ്ട്. അത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശേഷമാണ് മമ്മൂട്ടി പറയുന്നത്, നിങ്ങളെന്തിനാ എൻ്റെ പുറകെ കിടക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ ഓർക്കണേ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പുള്ളി ഈ സത്യസന്ധമായിട്ടുള്ള, അല്ലാതെ ഈ പറയുന്ന പോലെ മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്ന ആളല്ല. പുള്ളിയുടെ വായത്തിൽ അങ്ങനെ വന്ന് പുള്ളി അത് ഓപ്പണായിട്ട് പറഞ്ഞു. പുള്ളി പറഞ്ഞത് കുറേയൊക്കെ സത്യം തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ കിടക്കുന്നത്? പുള്ളിക്ക് വന്ന വഴിക്ക് വന്ന് കാര്യങ്ങൾ സാധിച്ചിട്ട് പോകാൻ അറിയാം. പിന്നെ എന്തിനാ ആനയിച്ച് നടത്തിക്കാൻ ആളുടെ ആവശ്യമില്ല പുള്ളിക്ക്. പുള്ളിക്കാരൻ അവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഏരിയയെ കാണാൻ വേണ്ടി വന്നതാണ്. ആരും വിളിച്ചിട്ടോ, ഈ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വിളിച്ചിട്ടല്ല പുള്ളി അവിടെ വന്നത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ്റെ കൂടെ നിന്നുണ്ട് ഇങ്ങനെ ഈ നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ആളിലേക്ക് പെരുമാറുന്നത് പോലെ പുള്ളിയുടെ അവിടെ നിന്നുണ്ട് വഴി റെഡി, പിന്നെ എന്താ പറയുക, റെഡിയാക്കി കൊടുക്കുക, പിന്നെ ആളുകളോടൊക്കെ മാറാൻ പറയുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിയെ പോലെ ഒരാൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ. മനസ്സിലായി? കാരണം മമ്മൂട്ടിയുടെ നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്, ഒരു കൊച്ചിൻ്റെ കൈക്കെട്ടൊക്കെ അടിക്കുന്നതും, പിന്നെ അതുപോലെ വണ്ടി തടഞ്ഞ് ഒരാൾ വട്ടം വെച്ചപ്പോൾ, ഇതുപോലെ കോട്ടയത്തെ എവിടെ വെച്ചിട്ട് വട്ടം വെച്ചപ്പോൾ മമ്മൂട്ടി കയറി പിന്നെ ഇടപെട്ടതും പിന്നെ സംസാരിച്ചതും വാക്കുതർക്കം ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആള് ഈ പറയുന്നത് പോലെ ഇത്രയും പ്രായവും മികച്ച സിനിമാ നടനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് പിള്ളേരുടെ മനസ്സാണ്. കാരണം എന്ന് വെച്ചാൽ ചെറിയ കാര്യം മതി. മറ്റേ ആ കഥ പറയുമ്പോഴെന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന പോലെ തന്നെ ചെറിയ കാര്യം മതി പുള്ളിക്ക് പിണങ്ങാനും, പുള്ളിക്ക് ഈ പറയുന്ന പോലെ വഴക്കുണ്ടാക്കുന്നത്. അത് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾക്കിപ്പോൾ ഒരു കുടുംബത്തിൽ അംഗത്തെ പോലെ തന്നെ നമ്മളത് പിന്നെ കണ്ടില്ല നടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് എന്ത് പറയാൻ പറ്റും? മറ്റേ പുള്ളിക്കാരൻ കൂടെ നിന്ന് ജില്ലാ സെക്രട്ടറി ഇതുപോലെ മമ്മൂട്ടിയുടെ കൂടെ, ശരിയാണ്, അദ്ദേഹം ഒരു തെറ്റുകാരനല്ല. ഇതൊക്കെ യാന്ത്രികമായിട്ട് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് ആരും പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പിന്നെ എന്താ പറയുക, മമ്മൂട്ടി അദ്ദേഹത്തെ കരിവാരി തേക്കണമെന്ന് കരുതി പറഞ്ഞൊന്നുമല്ല. ഇവരൊക്കെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവരൊന്നും സ്വകാര്യത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിലില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർ പിന്നെ കുറേ കാലമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ തന്നെയാണ് അവർ ഈ പറയുന്ന അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർ പിന്നെ എന്താ പറയുക, സ്വകാര്യ നിമിഷങ്ങളിൽ പെരുമാറുന്ന പോലെ പെരുമാറി പോകുന്നതാണ്. അല്ലാതെ ഒരിക്കലും അവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരാളെ തരം താഴ്ത്താനോ ശ്രമിച്ചല്ലത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി, അദ്ദേഹത്തിനിപ്പോൾ തോന്നി നിങ്ങളെന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത് എന്ന് പുള്ളി നാച്ചുറലായിട്ട് പറഞ്ഞു. കാരണം പുള്ളി ഈ ജനങ്ങളെ കാണാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വർഷങ്ങളായിട്ട് ജനങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയൊരു സ്വകാര്യത ഇല്ല. അദ്ദേഹം പിന്നെ നാലാൾ കാണുകെ പറഞ്ഞുവെന്ന് നമ്മൾക്കാണ് തോന്നുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറേ കാലമായിട്ട് ജനങ്ങളുടെ ഇടയിലാണ്. ഷൂട്ടിംഗ് ആയിക്കോട്ടെ, പ്രോഗ്രാം ആയിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഒരു ഒളിയോ മറയോടെ ആവശ്യമില്ല. പുള്ളി അത് നാച്ചുറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അത് ഇത്ര വലിയ സംഭവം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ കുറേ പേര് മമ്മൂട്ടിയെ അനുകൂലിക്കുന്നവരുണ്ട്, കുറേ പേര് മമ്മൂട്ടിയെ എതിർക്കുന്നവരുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടിക്കാലം മുതലേ നമ്മൾ കണ്ടു വരുന്ന ചിലപ്പോൾ ചില ഇൻ്റർവ്യൂവിനാണെങ്കിലും അല്ലെങ്കിൽ ചില ഈ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ കിടപ്പുണ്ട്. പുള്ളി പെരുമാറുന്ന രീതി, ആരാധകരോട് പോലും പുള്ളി കയർക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, ഇതൊക്കെ സ്വാഭാവികമാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മനസ്സിൽ വെച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതല്ല. അവർക്ക് അപ്പം തോന്നി, ഒരു ഇറിറ്റേഷൻ തോന്നി, അത് അങ്ങ് വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉള്ളത്രയും കാലം എന്തിനേയും പ്രതികരിക്കാൻ ജനങ്ങൾക്ക് സാധിക്കും. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പത്രത്തിലൂടെ ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ആ വാർത്തയ്ക്ക് നമ്മളുടെ കമൻറ്റ് അടിയിൽ കൊടുക്കാൻ ഉള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. സത്യമല്ലേ? വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റേഡിയോ അല്ലെങ്കിൽ ദൂരദർശൻ അല്ലെങ്കിൽ കേബിൾ TV ഇതൊക്കെ വാർത്തകൾ ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ളതല്ലാതെ, അല്ല കേട്ടിട്ട് നമ്മൾക്ക് പരസ്പരം ചർച്ച ചെയ്യാമെന്നുള്ളതല്ലാതെ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട്, പബ്ലിക്കിൽ രേഖപ്പെടുത്താനായിട്ട് നമുക്കൊരു ഓപ്ഷനില്ല. പക്ഷേ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അങ്ങനൊരു ഓപ്ഷനുണ്ട്. അത് വലിയൊരു ഓപ്ഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും അവരിയ്ക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വലുതായിട്ട് പൊക്കിപ്പിടിച്ച്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വലിയ ഇഷ്യൂ ആയതിനു ശേഷം നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം മനസ്സിലായി, ആ അഭിപ്രായം വരുമ്പോഴാണ് ഇതങ്ങ് വൈറലാകുന്നത്. കാരണം കുറേ പേര് ഇതിനെ ന്യായീകരിക്കും, കുറേ പേര് അതിനെ എന്താ പറയുക ഈ പിന്നെ പ്രതികൂലിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വൈറലാവും. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ പോലെ ഒരാൾ അത് പറഞ്ഞത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അങ്ങനെയാണ്.
എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് പറഞ്ഞാലും അത് നിസ്സാരമായിട്ട് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. മമ്മൂട്ടി നമ്മൾ കുട്ടിക്കാലം പോലെ നമ്മളെല്ലാവരും കണ്ട് പിന്നെ സ്ക്രീനിൽ കണ്ട് 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 നമ്മളുടെ ഒരു ഇക്കയാക്കി മാറ്റിയ ഒരാളാണ്. ഞാൻ മമ്മൂട്ടി ഫാനല്ല, ഒരിക്കലും മമ്മൂട്ടിയുടെ സിനിമ മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ മമ്മൂട്ടി ഫാനാണെന്നുള്ള ബേസിലല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് മമ്മൂട്ടി, മോഹൻലാൽ, നമ്മളുടെ മലയാള സിനിമ ആക്ടേഴ്സിനെ മിക്കവരെ ഇഷ്ടമാണ്. കാരണം എല്ലാവരും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, നല്ല കഴിവുള്ളവരാണ്. പിന്നെ എന്തെങ്കിലും ഇത്തരം പൊട്ടത്തരങ്ങളൊക്കെ ഇതുപോലെ പബ്ലിക്കിൽ വന്ന് പെരുമാറുന്നത് അത് മമ്മൂട്ടി മാത്രമല്ല, മോഹൻലാൽ, സുരേഷ് ഗോപി ആയിക്കോട്ടെ. ഇതിപ്പോൾ ഒരു കമൻറ്റ് ഞാൻ വായിച്ചതാണ്, ഇത് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ ഇപ്പോൾ തീർന്നേനെ ഒന്ന്. അതും ഒരു സത്യമാണ് കേട്ടോ. പാവപ്പെട്ട മനുഷ്യനെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പുള്ളീനെ പിന്നെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു നടക്കുന്നത്. ഇപ്പം മമ്മൂട്ടി ആയതുകൊണ്ട് പിന്നെ ഇത് ഇത്രയ്ക്ക് ഉള്ളു. സുരേഷ് ഗോപിയാണ് ഇപ്പം പറഞ്ഞിരുന്നെങ്കിൽ തീർന്ന് പാളി. അയ്യോ, എന്തായാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം ഇപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് പറയുന്നതിന് മുമ്പ് നല്ലതുപോലെ ആലോചിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നത് ആലോചിച്ചല്ല പറയുന്നതെങ്കിൽ പണി കിട്ടും, മനസ്സിലായി. അല്ലാതെ ഈ പറയുന്ന പോലെ പണ്ടത്തെ കാലത്ത് എന്തും വിളിച്ച് പറയാമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ റിട്ടൺ കമൻറ്റ് നമ്മൾ പൊതുജനങ്ങളത് കേട്ടിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള യാതൊരു സാഹചര്യവും അന്നില്ലായിരുന്നു, അന്നത്തെ കാലത്തില്ല. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്നെന്ന് പറഞ്ഞാൽ അടിയിലൊരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ കാണും, അല്ലേ? ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ, ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പിന്നെ വേറെ കാര്യമുണ്ട്. ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്രക്കാർ, നമ്മൾക്കറിയാം ചാനലുകാർ ചെയ്യുന്നതിനേക്കാൾ വലിയ പിന്നെ പരിപാടിയാണ് ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ കാണിക്കുന്നത്. അതായത് ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് വലുതാക്കി വലിയൊരു സംഭവമാക്കിയിട്ടാണ് പോസ്റ്റ് ഇടുന്നത്. ചാനലുകാർക്ക് ആ സ്വഭാവമുണ്ട്, നമുക്കറിയാം. ചെറിയൊരു ന്യൂസ് കിട്ടിയാലും അവരത് വലിയ സംഭവമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കഷ്ടമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അത് വലിയ സംഭവമാക്കി മാറ്റിയിട്ട് പല രീതിയിൽ പല ടൈപ്പ് പോസ്റ്റുകളാണ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവം ചിലപ്പോൾ നിസ്സാരമായിരിക്കും. ഒരു 10% മാത്രം എന്താ പറയുക വാല്യൂ ഉള്ളൊരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ന്യൂസായി വരുമ്പോൾ അത് 100% വാല്യൂ ഉള്ളൊരു ന്യൂസായി മാറും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് അവരിങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ തുറന്നൊരു കാര്യം പറയുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് ആലോചിക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ ജനങ്ങളെയൊക്കെ കണ്ട് മടുത്തതാണ്. ജനങ്ങളും പബ്ലിക്കിനെയൊക്കെ കണ്ട് ഇപ്പോൾ ഓരോ പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഷൂട്ടിങ്ങിനും അല്ലെങ്കിൽ ഇതുപോലുള്ള വേദികളിലും ഉദ്ഘാടന ചടങ്ങുകളിലും VIPസിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ ഇടപഴകി നിങ്ങൾ കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പബ്ലിക്കെന്നോ സ്വകാര്യതയെന്നോ വീടെന്നോ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും പറയാൻ നേരം നിങ്ങൾ ചിന്തിക്കാറില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തുറന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് ആലോചിച്ചിട്ട്, കാരണം പണ്ടത്തെ കാലമല്ല. ഇപ്പം ജനങ്ങൾക്ക് ഉടനടി പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉടനടി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സെലിബ്രിറ്റീസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മമ്മൂട്ടിയെപ്പോലുള്ള ആളുകളായിക്കോട്ടെ, ഇനി ആരും ആയിക്കോട്ടെ, നാലാൾ അറിയുന്ന ആളുകൾ ദയവ് ചെയ്ത് തുറന്ന് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ആദ്യം ആലോചിക്കുക എന്താണ് പറയാൻ പോകണമെന്ന്. അല്ലാതെ വെറുതെ കയറി വിളിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് പകുതി പേരുടെ തെറി എന്തായാലും കേൾക്കണം. ഞാൻ പറഞ്ഞ സത്യമല്ലേ? പകുതി പേര് അനുകൂലിക്കും, ബാക്കി പകുതി പേര് തെറി വിളിക്കത്തില്ലേ? ആ തെറി കേൾക്കണ്ടേ? അപ്പോൾ അതിലും നല്ലത് പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചും കണ്ടും എന്താണ് പറയുന്നതെന്ന് ചിന്തിച്ചിട്ട് പറയുക. നമ്മൾക്ക് എല്ലാവർക്കും ഓരോ ദൗർബല്യങ്ങളുണ്ടാവും, സ്വഭാവത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ആർക്കും 100% ക്വാളിറ്റിയുള്ള മനുഷ്യരാരും ഇല്ല. എന്തെങ്കിലും ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരക്കേട് എല്ലാവരുടെയും വായിൽ നിന്ന് വരും, മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്ത് സംസാരിക്കുക. അപ്പം മമ്മൂക്കയ്ക്ക് അപ്പോൾ ആ പബ്ലിക്കിൽ മമ്മൂക്കയ്ക്ക് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കായിട്ട് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാനുള്ള എന്താ പറയുക പെർമിഷൻ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിട്ടല്ല അയാൾക്ക് കിട്ടേണ്ടത്, മനസ്സിലായോ? ഇപ്പോൾ അദ്ദേഹത്തിനോട് മമ്മൂട്ടി ചോദിക്കുകയാണ് നിങ്ങൾ എന്തിന് എൻ്റെ പുറകെ നടക്കുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങളല്ലേ എൻ്റെ മുമ്പിൽ നടക്കുന്നത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവിടെ തീർന്ന്, മനസ്സിലായോ? പക്ഷേ അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ട് മമ്മൂട്ടിയെ പോലത്തെ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം അത് ചോദിച്ചില്ല. അതാണ് സത്യത്തിൽ. അദ്ദേഹം ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് മമ്മൂട്ടിയെ കാലകാലങ്ങളായിട്ട് ഒരുപക്ഷെ മമ്മൂട്ടിയെ ആരാധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ട് ഒന്ന് അടുത്ത് കാണാൻ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ആ മറു ചോദ്യം തിരിച്ച് ചോദിച്ചില്ല. ഇല്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടിയോട് ഉറപ്പായിട്ടും അയാൾ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു നിങ്ങളെന്തിന് എൻ്റെ മുമ്പിൽ നടക്കുന്നത്, ഞാൻ നിങ്ങളുടെ പുറകെ നടന്നതല്ല എന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയോട് ഉത്തരവില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്ത് ചോദ്യങ്ങൾ നമ്മൾ ആരോട് ചോദിക്കുമ്പോഴും നമ്മളുടെ എന്താ പറയുക പക്വതയും നമ്മളുടെ ബോധമൊക്കെ കീപ്പ് ചെയ്തിട്ട് ചോദിക്കുക. ഇവിടെ ആരും പെർമിഷൻ കൊടുത്തിട്ടല്ല നടക്കുന്നതും വരുന്നതും പോകുന്നതുമില്ല. പിന്നെ മമ്മൂട്ടിയെ ചോദിച്ച ചോദ്യം മണ്ടത്തരമാണെന്നും അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാലോ മമ്മൂട്ടി കാലാകാലങ്ങൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.